കൂത്താട്ടുകുളം നഗരസഭ UDF ഭരണസമിതി ജനക്ഷേമകരമായ വികസന പദ്ധതികളെ അട്ടിമറിക്കുന്നതായി പ്രതിപക്ഷം ആരോപിച്ചു. കൂത്താട്ടുകുളം ടൗൺ ഹാളിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിലാണ് പ്രതിപക്ഷ കൌൺസിലർമാർ ആരോപണം ഉന്നയിച്ചത്. 6 മാസമായി ക്രമറ്റോറിയം പ്രവർത്തനരഹിതമാണ്. നഗരസഭ മുൻ ഭരണസമിതിയും ഇപ്പോഴത്തെ ഭരണസമിതിയും 6 മാസമായി ഭരിച്ചിട്ടും നഗരത്തിന്റെ അടിസ്ഥാന ആവശ്യമായ പദ്ധതി അടഞ്ഞുകിടക്കുകയാണ്. നിരവധി തവണ ജില്ലാ ആസൂത്രണ സമിതി യോഗം ചേർന്നെങ്കിലും അറ്റകുറ്റപ്പണിക്കുള്ള തുക വയ്ക്കാനായില്ലെന്നത് ഭരണസമിതിയുടെ കുറ്റകരമായ അനാസ്ഥയാണ്. കൂത്താട്ടുകുളം നഗരസഭയുടെ ക്രിമിറ്റോറിയമാണ് ഈ പൂട്ടിയിട്ടിരിക്കുന്നത്. കൂത്താട്ടുകുളം നഗരസഭയിൽ മാത്രമല്ല, വെളിയന്നൂര്, എലഞ്ഞി, തിരുമാറാടി, പാലക്കുഴ പഞ്ചായത്തുകളിൽ മരണപ്പെട്ടു പോകുന്നവരെ സംസ്കരിക്കുന്ന ക്രിമിറ്റോറിയമാണിത്. ഈ ക്രിമിറ്റോറിയം കഴിഞ്ഞ 4 മാസത്തിലേറെയായി പൂട്ടിയിട്ടിരിക്കുകയാണ്. ഈ ക്രിമിറ്റോറിയത്തിന്റെ അറ്റകുറ്റപ്പണി ചെയ്യാനോ അത് തുറന്നു കൊടുക്കാനോ കഴിഞ്ഞ 4 മാസക്കാലമായി ഒരു നടപടിക്രമവും പാലിക്കാതെ ഈ സ്ഥാപനം പൂട്ടിയിട്ടിരിക്കുകയാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇപ്പൊ നമുക്കറിയാം, ഒരു കംപ്ലൈന്റ് കാരണം കുറെ ദിവസമായി മൂവാറ്റുപുഴ ക്രിമിറ്റോറിയം പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. തന്മൂലം ഒരു ബോഡി സംസ്കരിക്കുന്നതിന് നമ്മുടെ ഈ പ്രദേശത്തെങ്ങും കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. നമ്മുടെ ഈ കൂത്താട്ടുകുളത്ത് നന്നായി പണി പൂർത്തീകരിച്ചിരുന്ന ഈ ക്രിമിറ്റോറിയം ഇതുപോലെ പൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വളരെ മോശപ്പെട്ട കാര്യമാണ്. ഈ ക്രിമിറ്റോറിയം റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യാതൊരു നടപടിയും സ്വീകരിക്കാത്ത നഗരസഭ ഭരണാധികാരികളുടെ നടപടിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൗൺസിലർമാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. കൂത്താട്ടുകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റും ലിഫ്റ്റും വേണ്ടെന്നാണ് കഴിഞ്ഞ കൌൺസിലിൽ ഭരണസമിതി തീരുമാനിച്ചത്. മുൻ LDF ഭരണസമിതി 2025 പാസാക്കിയ ബജറ്റിൽ ഡയാലിസിസ് യൂണിറ്റിന് 25 ലക്ഷവും അമ്മമാരുടെയും കുട്ടികളുടെയും വിഭാഗം മന്ദിരത്തിൽ ലിഫ്റ്റ് സ്ഥാപിക്കാൻ 24 ലക്ഷവും നീക്കിവച്ചിരുന്നു. ഈ തുക മറ്റു പദ്ധതികളിലേക്ക് മാറ്റാനാണ് UDF ഭരണ നേതൃത്വം തീരുമാനിച്ചത്. കൌൺസിലിൽ LDF അംഗങ്ങൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി വിയോജിപ്പ് രേഖാമൂലം നൽകി. മേഖലയിലെ നിരവധി രോഗികളുടെയും ബന്ധുക്കളുടെയും ആവശ്യപ്രകാരമാണ് ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങാൻ തീരുമാനിച്ചത്. രോഗികൾക്ക് ഉപകാരപ്പെടുന്ന ഡയാലിസിസ് കേന്ദ്രവും ലിഫ്റ്റ് സൗകര്യവും ഇല്ലാതാക്കാൻ ഭരണപക്ഷം കൌൺസിലിൽ ഒറ്റക്കെട്ടായി. അതായത് ഞങ്ങൾ പരിശോധിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്, കൂത്താട്ടുകുളം നഗരസഭയിൽ ലിഫ്റ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി 25 ലക്ഷം രൂപ LDF ഭരണസമിതിയുടെ കാലത്ത് വെച്ചിരുന്നു. ആ പൈസ അപ്പാടെ എടുത്തു മാറ്റാനായി അവര് എടുത്തു മാറ്റുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ നഗരസഭയിൽ ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങുന്നതിന് വേണ്ടി അതിന്റെ എക്യുപ്മെന്റ്സ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് 25 ലക്ഷം രൂപ വകയിരുത്തിയിരുന്നു. ആ പൈസയും എടുത്തു മാറ്റുന്ന സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ കൂത്താട്ടുകുളം ഗവൺമെന്റ് ആശുപത്രിയില് ആ ആശുപത്രിയുടെ വളർച്ചയ്ക്കും നമ്മുടെ നാട്ടിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങൾക്കും, ഇപ്പൊ നമുക്കറിയാം കൂത്താട്ടുകുളത്ത് ഒരു ഡയാലിസിസ് സെന്റർ ഇല്ല, കൂത്താട്ടുകുളത്ത് ഡയാലിസിസ് ചെയ്യുന്ന ആശുപത്രിയില്ല. ഇവിടെ ഒരു പേഷ്യൻസിന് ഡയാലിസിസ് ചെയ്യേണ്ടി വന്നാൽ ഒന്നുകിൽ പ്രഭത്തോ മൂവാറ്റുപുഴയോ അല്ലെങ്കിൽ എറണാകുളത്തോ പോവുക എന്നുള്ളത് മാത്രമാണ് മാർഗം. ആ ഒരു സാഹചര്യത്തിലാണ് നാട്ടിലെ ജനങ്ങളുടെയും ഗ്രാമസഭയിലെയും പൗരപ്രമുഖരുടെയും എല്ലാ ആവശ്യപ്രകാരം കൂത്താട്ടുകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുകയും ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങുന്നതിന് ഗവൺമെന്റിൽ അനുമതി ലഭിക്കുന്നതിന് മന്ത്രിയെ നേരിട്ട് കാണുകയും അനുമതി നൽകാമെന്ന് പറഞ്ഞിരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൽ നിന്ന് മാറുന്നത്. എന്നാൽ തുടർന്ന് അത് നടപ്പാക്കുന്നതിന് വേണ്ടി ഒരു നടപടിയും സ്വീകരിക്കാതെ, യാതൊരു വിധത്തിലുള്ള തുടർ പ്രവർത്തനവും നടത്താതെ ആ പൈസ അപ്പടി അങ്ങ് മാറ്റുന്ന സമീപനമാണ് ഇപ്പൊ സ്വീകരിച്ചിട്ടുള്ളത്. ശ്രീധരിയം ബൈപ്പാസ് റോഡ് മനോഹരമായി പരിപാലിക്കാൻ 1 വർഷം മുൻപ് ആധുനിക വേലികൾ സ്ഥാപിച്ചെങ്കിലും ഇന്നത് കാട് കയറി കിടക്കുന്ന അവസ്ഥയാണ്. സ്വദേശീയരും വിദേശികളുമായി നിരവധി ആളുകൾ ദിവസേന നടക്കുന്ന റോഡ് സംരക്ഷിക്കേണ്ട നഗരസഭ ഭരണസമിതി ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന സാഹചര്യമാണെന്നും കൌൺസിലർമാർ പറഞ്ഞു. കൂത്താട്ടുകുളം നഗരസഭയുടെ ലാസ്റ്റ് സാമ്പത്തിക വർഷം ഏകദേശം 15 ലക്ഷം രൂപയോളം മുടക്കി പണി പൂർത്തീകരിച്ചിട്ടുള്ള ഫെൻസിംഗ് ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇത് ഫെൻസിംഗ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഈ ഫെൻസിംഗ് മുഴുവൻ അനേക മാസമായി, ഏകദേശം 6 മാസക്കാലത്തോളമായി ശ്രീമതി കലാരാജു ചെയർപേഴ്സണായി മാറിയ ആ കാലഘട്ടം മുതൽ ഇന്നുവരെ ഈ കാട് കയറി മൂടിക്കിടക്കുന്ന ഇത് സംരക്ഷിക്കാൻ നിലവിൽ ഭരണമുള്ളവർ യാതൊരു വിധത്തിലുള്ള പ്രവർത്തനവും ഇത് വൃത്തിയാക്കുന്നതിന് വേണ്ടി ചെയ്യുന്നില്ല. തന്മൂലം ഈ നഗരസഭയുടെ ഒരു സ്വപ്ന പദ്ധതിയായിട്ടുള്ള ശ്രീധരിയം ബൈപ്പാസ് റോഡിന്റെ ഫെൻസിംഗ് നശിച്ചു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്.
ഈ സാഹചര്യത്തിൽ ഈ റോഡിന്റെയും അതുപോലെ തന്നെ ഈ റോഡ് മനോഹരമായി പണിയുന്നതിന് വേണ്ടി നമ്മൾ പണി പൂർത്തീകരിച്ചിരുന്ന ഈ ഫെൻസിങ്ങിന്റെ അവസ്ഥയാണിത്. ഇതിൽ കടുത്ത പ്രതിഷേധം LDFന്റെ കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നും രേഖപ്പെടുത്തുകയാണ്. ഗവൺമെന്റ് ആശുപത്രിയെ മാതൃകാ കുടുംബാരോഗ്യ കേന്ദ്രമാക്കാനുള്ള പദ്ധതികളെ ഒന്നൊന്നായി തുരങ്കം വയ്ക്കുകയാണ് UDF. പദ്ധതികൾ ഇല്ലാതാക്കി സാധാരണക്കാരെ വലയ്ക്കുന്ന നഗരസഭാ ഭരണസമിതിക്കെതിരെ ശക്തമായ പ്രതികരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് സണ്ണി കുര്യാക്കോസ്, കൌൺസിലർമാരായ PM ഷൈൻ, സനൂപ് കുളമ്പാടം, ഷാജി ജോർജ്, ബേബി തോമസ്, ബിൻസി ബിജോ, സലീമ മനോജ്, സിന്ധു മനോജ്, കൃഷ്ണ ശ്യാം, ഷീബ രാജു തുടങ്ങിയവർ പറഞ്ഞു. ഇവിടെയെങ്കിലും നല്ലൊരു കളക്ഷൻസ് ഉണ്ടായാൽ മതിയായിരുന്നു. ഹായ്, നമസ്കാരം. നമസ്കാരം. കുറച്ച് ടൈൽസ് ഒക്കെ വന്നത്. ഓക്കെ, വരൂ. എനിക്ക് നല്ല ഭംഗിയുള്ള വെറൈറ്റി ഡിസൈൻസ് ആവണം. പിന്നെ ഇമ്പോർട്ടഡ് ടൈൽസ് വേണം. ഓക്കെ. അതിനൊത്ത് ഭംഗിയുള്ള സാനിറ്ററി ഐറ്റംസും വേണം. ഇതെല്ലാം വാങ്ങുമ്പോ ബഡ്ജറ്റും ഫ്രണ്ട്ലി ആവണം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് യാതൊരു കോംപ്രമൈസും പാടില്ല. ഷുവർ സർ. അതെ, കറക്റ്റ് സ്ഥലത്താ വന്നേ. യാതൊരു കോംപ്രമൈസും വേണ്ട. കറക്റ്റ് സ്ഥലത്ത് വന്ന ഒരു കോംപ്രമൈസും ഇല്ല. ഹൗസ് ഓഫ് ടൈൽസ് നിങ്ങളുടെ വീടിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ടൈൽസിനും സാനിറ്ററി ഐറ്റംസിനും വിശ്വസ്തയോടുകൂടി സമീപിക്കാവുന്ന സ്ഥാപനം ഹൗസ് ഓഫ് ടൈൽസ്, കൂത്താട്ടുകുളം, കൊച്ചി. കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ. പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ, റെക്കോർഡിംഗ് ക്യാമറ, സ്പീക്കർ, LED ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ്, കീ സെൻസറിംഗ്, റിമോട്ട് കീ, സെൻട്രൽ ലോക്ക്, പവർ വിൻഡോ, റിവേഴ്സ് സെൻസർ, കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ, സീറ്റ് കവറുകൾ തുടങ്ങിയ ആക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു.